മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. വല്ലാത്തൊരു കിനാവ് കണ്ടു. കിനാബ് കാണാൻ പറ്റിയ നേരം എടാ എനിക്ക് പോണ്ടേ, മൂത്താപ്പൊക്കെ വരും. നീ ചെന്ന് കുളിക്കാൻ നോക്ക്. ജല്ല്. ഇത് അബ്ദുള്ളക്കുട്ടി, പുത്തമ്പുരക്കൽ കുടുംബത്തിലെ ഏക ആൺതരി. ഓ നമ്മൾ ഈ കാണും പോലെ അല്ലട്ടോ, വീട്ടുകാരറിയാണ്ട് 3 പെണ്ണ് കെട്ടിയിട്ടുണ്ടോലെ. എന്താണ്ടി ഒന്നും ആയില്ലേ? റംലാദ് പൊടി കുളിച്ചാട്ടെ. ഉപ്പ് കുറവുണ്ടല്ല, ഉപ്പ് കട്ടെടുക്ക്. അബ്ദുള്ളക്ക് എന്തോ ഒരു ബേജാറുള്ളത് പോലെ. നാടും വീടും വിട്ട് പോവല്ലോ, ആർക്കായാലും ബേജാറുണ്ടാവും. വെക്ക നോക്ക്, മൂത്താപ്പിയും കൂട്ടരൊക്കെ ഇപ്പൊ എത്തും. വന്നല്ല. അച്ഛനൊരു കത്ത് നിൽക്കുക അബ്ദുക്കായി കൊടുക്കാൻ. എന്താപ്പത്? ഇത് ഞങ്ങളെ വീടും പറമ്പ് ഓരിച്ചാല് സുഖാപ്പന്റെ ഒരു ഒപ്പാണല്ലോ. മൂപ്പരും റിയാദിലാണല്ലോ. ഈ കയറിയിരിക്കും, നമ്മള് ചായ എടുക്കാം. ഞാൻ പണിക്ക് പോണ വയ്യ. പിന്നെ അബ്ദുക്കായി അടുത്തിട്ട് അച്ഛനൊന്ന് വിളിക്കാൻ പറഞ്ഞു. പറയാട്ടാ മോൻ ചെല്ലി. ഞാൻ പോട്ടെ. കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്ന് നമ്മുടെ ബാലനെ ഓന്റെ മോന്റെ കയ്യിലൊരു കത്ത് കൊടുത്ത് വിട്ടിക്കണ്. അന്നോടൊന്നും അങ്ങോട്ട് വിളിക്കാനും പറഞ്ഞിക്കണ്. മേശപ്പുറത്ത് വെച്ചാൽ ഞാൻ വിളിച്ചോളാം. ഇങ്ങനെ വെള്ളം കോരി കുടിച്ചിട്ടല്ലേ വകയാ ജലദോഷം വരും. മുന്നോട്ട് പോയി വെറുപ്പിക്കണ്ടേ. ഇറങ്ങ്. ഓല് കാത്തിക്കുന്നുണ്ടാവും. അയാള് ചീത്തയും പറയും. ആരാപ്പത്? വരി വരി ഇങ്ങോട്ട് കയറിക്കോളി. ഹലോ, കേറാൻ നേരല്ലേ മോളെ, തൊഴിലുറപ്പുണ്ട്. ഹലോ, ഞമ്മളിവിടെ ഉണ്ട്. മേത്തല പറമ്പിലേക്കോ? നിങ്ങളൊക്കെ നടന്നോളി, ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഓല പറഞ്ഞയച്ചിട്ടുണ്ട്. ഞമ്മളിപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഫോണില് അത് നമ്മള് കല്യാണിയാ. എന്താപ്പൊ ഒരു കോള്? അങ്ങനൊന്നും ഇല്ല പാത്തുമ്മ. ചക്ക പൊയിഞ്ഞത് പൊയമീൻ കറിയും പിന്നെ കുറച്ച് അവിലിടിച്ചതും. അനക്കറിയാലോ, ചക്ക പൊയിഞ്ഞത് പൊയമീനും. ഇന്റെ മോന് കാലിയതിന് ജീവനാ. പിന്നെ ഓന് ഇവിടുന്ന് എത്ര തിന്നതാണ്? ഹലോ,
പത്തിരി കാസറോളുണ്ട്, ചാറ് അടുപ്പമലുണ്ട്. അടുപ്പമല് അടുപ്പ് എന്ന് പറയുമ്പോ അടാന്നാ പറയുന്നേ, ചെവിട് കേൾക്കൂലെന്ന്. നിന്റെ പോക്കർക്കായ ചായ എടുക്ക്. അല്ല ചായ ഒന്നും വേണ്ട, നമ്മളിപ്പൊ കുടിച്ചിട്ടേ തന്നെ. മക്കളെ കാടില്ലേ? ഒക്കെ അങ്ങോട്ട് പോയി. കാലിതിന്റെ ആണ് 2 മാസമായി പോയിട്ട്. തോന്നുമ്പോ വരട്ടെ. അല്ല പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ കുറ്റം. മരക്കളാന്ന് പറഞ്ഞ കാര്യമില്ല മോളെ. ശരിയാണ്. അതാ വന്നു. ഹലോ ഉമ്മയല്ലേ? ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഇവിടെ ഭർത്താന്ന് പറഞ്ഞു പടച്ചമ്പുരാനെ, ഈ ഒരു കുന്തം കണ്ടുപിടിച്ചിട്ട് മനസ്സിന് കിരിക്കപ്പുറത്തില്ല. അല്ല എന്തോ കരിഞ്ഞു മണക്കണ്ടല്ല. എടി റംലേ, വരി വരി വരി. അബ്ദുള്ള പുഗാന്റെ തിരക്കിലാണ്. നിങ്ങൾ കുത്തിരിക്ക, നമ്മൾ ചായ അല്ലോ മുട്ടുവേദന. മരുന്ന് കഴിക്കുന്നുണ്ടോ? 5 കൊല്ലം ഇംഗ്ലീഷ് ചികിത്സ, അത് കഴിഞ്ഞ് 5 കൊല്ലം നാടൻ ചികിത്സ, അത് കഴിഞ്ഞ് ചെതലത്തൊരു ആദിവാസി മുപ്പുണ്ട്, അതും 5 കൊല്ലം. ഇപ്പം സുഖമായില്ലേ? എന്ത് സുഖം, എന്ത് മാറ്റം. അല്ലോ അല്ലാ. അല്ല ഇവിടെ മീസി പറ്റി കളിക്കുക. അവിടെ മൂത്താപ്പി മൊയിലിയാരൊക്കെ വന്നിരിക്കണ്. അങ്ങട്ട് വാ. ഓർക്ക് ചായ കുടിക്കുങ്ങള്. ചായയൊക്കെ ഞമ്മള് കൊടുത്തോളാടാ. അങ്ങട്ട് വാ. അല്ല എന്റെ കൂട്ടുകാരൊന്നും കണ്ടില്ലല്ല. പെട്ടിയൊക്കെ കെട്ടണ്ടേ? ഓരോടൊക്കെ സമ്മതം ഞാൻ വാങ്ങിക്കണുമ്മ, അത് ഞമ്മ കെട്ടാനുള്ളൂ. അവിടെ നിക്ക് ഒരു കാര്യം മറന്നുപോയി. ഇത് നമ്മുടെ മൊയിലിയാര് മന്ത്രിച്ച് തന്ന വെള്ളാണ്. ഇത് ബിസ്മി ചൊല്ലി അങ്ങോട്ട് കുടിച്ചാളാ. കാര്യങ്ങളൊക്കെ ഒന്ന് ഉസാറാവട്ടടാ മോനെ. നമ്മുടെ റെമുലാടെ കാര്യം ഉസാറായി നോക്കണട്ടാ. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ ഇവിടുന്ന് ഒരു പടി ഞാൻ പുറത്തിറങ്ങൂലേ? വേണ്ട വേണ്ട വേണ്ട, അജ്ജു കൊക്കാ. ഇത് കുടിക്ക് കുടിക്ക്. കസ്പുണ്ടാ? ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ചല്ലി ചല്ലി. പഠിച്ചോനെ, ശ്രദ്ധിക്കണേ, ആ കാറിന് മേലെ മുറുക്കി കെട്ടണേ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ ആഫിറൽ മുദ്നിബീൻ. അല്ലാഹുമ്മ തവഫൽനാ അജ്ലിൽ ജന്നാൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. اللهم أجرنا من النار. اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. അപ്പൊ ശരി, എന്നാല് ഇറങ്ങല്ലേ? പാത്തുന്ന ഇത് ഹസീന, ഓൻ ആദ്യം കെട്ടിയ ബീവി. ഓരോ ജീവിതേ എന്ത് നല്ല സന്തോഷത്തിലായിരുന്നു അറിയോ? ഹസീനക്ക് 8 മാസം വയറ്റിലുള്ളപ്പോ മുങ്ങിയതാണ് ഈ 6ആം പിറന്നോൻ. എന്നിട്ടോ പനച്ചിപ്പറമ്പ് നിന്ന് മുങ്ങിയ ഓൻ പിന്നെ പൊന്തിയത് പൊന്നാനിയില. ഇത് മുനീറ, ഓന്റെ 2ാമത്തെ ബീവി. പൊന്നാനി അംസത്തലിന്റെ ഒരേ ഒരു കൂടപ്പിറപ്പ്. ഇക്കാണുന്ന ചെറിയ കുട്ടീനെ കണ്ടോ? എന്നാലേ ഓളും ഓന്റെ ബീവിയാ. ഇപ്പൊ അടുത്ത് കുറ്റ്യാടിന്ന് കെട്ടിയതാണ്. എന്നാലേ
ഓൻ ഒന്നും കൂടി കെട്ടണം പോലെ ഓൻ്റെ ഒരു പൂതിയേ. അവിടെ നിർത്ത്, ഒരു മിനിറ്റ്. ഇതെങ്ങോട്ടാ? വരാം. ഇത് കുഞ്ഞിക്കുട്ടി മുസ്ലിയാർ, വെള്ളാറുംകുന്ന് ഗ്രാമത്തിലെ പള്ളിക്കണ്ടി മദ്രസയിലെ പുതിയ ഉസ്താദ്. യാ അല്ലാ, യാ അല്ലാ. मेरा महबूब आया है मेरा. വാലേക്കുസ്സലാം. എന്തേ രാവിലെ തന്നെ? തങ്ങളെ വീട് വരെ ഒന്ന് പോകണം. എന്തേ? ഓരോ ജീവിത പ്രശ്നങ്ങളല്ലേ. അതെ അതെ, ഇന്നലെ ഈ ചാനലിലെ ഫൈസലിന്റെ വീട്ടിൽ കൂടലിന് പോയില്ലേ? ഓന്റെ പയ്യ ചെങ്ങായില്ലേ? അവിടെ പോയി നല്ലൊരു ബിരിയാണി അടിച്ചു പോകുന്നു. നല്ല ആളുണ്ടാവൂല്ലേ? നല്ല ആളായിരുന്നു. അതേന്ന് പടച്ചോനോനെ ഭാര്യ കോരി കൊടുക്കല്ലേ. അത് ഓരോരുത്തർക്കും ഓരോ ഭാഗ്യ. എല്ലാം നീ ചായ ആയില്ലേ? 10 മണിയാവും ആ പാലാരം വരാൻ. ഓനോട് പറഞ്ഞാലും മനസ്സിലാവും. നമ്മക്കെന്താ ചെയ്യാൻ പറ്റുമോ? എന്നാലേ ഞാൻ പോവാ, തങ്ങളെ വീട്ടിൽ ആള് കൂടും. ആ, തങ്ങളെ കണ്ടാ തീരാത്ത ഒരു പ്രശ്നമില്ല. പണ്ടേ കിട്ടിയ കോട്ടാണ് ഞമ്മടെ മമ്മദ് കാക്കന്റെ കോട്ടാണ്. ഇവൻ മൊയ്തീൻ കുട്ടി, നമ്മൾ അബ്ദുള്ള കുട്ടീൻ്റെ സ്വന്തം നത്തോലി. അബ്ദുള്ള കുട്ടിക്ക് ഇന്നാട്ടിന്ന് ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കാന്ന് ഇവൻ ഏറ്റതാ. എന്നാൽ ഓ 3 എണ്ണം കെട്ടി മുങ്ങി നടക്കുന്ന ഒരു മാനത്തണ്ണനാണെന്ന് ഈ പാവത്തിന് അറിഞ്ഞുകൂടട്ടോ. പാവം നത്തോലി മാനത്തണ്ണയും കാത്ത് കുത്തിരിക്കുക. വണ്ടി എടുത്ത്, വണ്ടി എടുത്ത്. മൊയ്തീനെ, ഞാൻ നത്തോലിയാ. ഇവിടെ വാടാ. അല്ലോ എത്തിയോ? പറഞ്ഞ സമയം കഴിഞ്ഞപ്പോ ബേജാർ തുടങ്ങിയതാ. എങ്ങണ്ട് ഈ കോലത്തിൽ എന്തെങ്കിലും നടക്കുവോ? ഈ ശരി കൊന്നല്ല 2 എണ്ണം നടക്കും ഇവിടെ. എന്നാ കേറ് വണ്ടിയില്. ഞാൻ പോരാ, ഞാൻ പോയരാ. ആ കോളത്തേക്ക്. എന്നാ തങ്ങളടക്കി പോവല്ലേ? അല്ല, കൊറേ പോവാണ്ട് ഇവിടുന്ന്. ഇല്ല, 2 വളമായിട്ട് കഴിഞ്ഞാ മതി. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. കുത്തിരിക്കേ. ആ, ദേ പോന്ന്. രാത്രി ഉറക്കം കുറവാ. 2 മണിക്ക് ശേഷം തീരെ ഉറക്കല്ല. 2 വട്ടം ഗൾഫിൽ പോയി. ഇപ്പൊ തറവാട്ടിലാ താമസം. ഞാനാ മൂത്തത്. മക്കൾ 2 പെൺകുട്ടികളാ. സ്വന്തമായൊരു വീട്, ജീവിതം പേടിയാന്ന് തങ്ങളെ. എൻ്റെ തോളത്ത് കൈയിട്ട് നടന്നവരെല്ലാം രക്ഷപ്പെട്ട്. ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയി. സാരില്ല, റബ്ബ് ഒന്ന് കണക്കാക്കും, അതേ നടക്കൂ. പണ്ട് ഓരോരുത്തരുടെ ഔദാര്യത്തെ കഴിഞ്ഞാൽ എത്ര പേരാ നല്ല നിലയിലെത്തിയത്. ഓർക്കൊക്കെ പറയാൻ ഒരുപാട് കണ്ണീരിൻ്റെ കഥകളുണ്ടാവും. പടച്ച തമ്പുരാൻ അഗ്നി പരീക്ഷണങ്ങൾ നടത്തും ഒരുപാട് വിധത്തിൽ. അതിൽ പിടിച്ചു നിൽക്കണം. 5 നേരവും പ്രാർത്ഥിക്കുക. അങ്ങേറ്റം ചെല്ലുമ്പോൾ ഒരു പിടിവള്ളി തരും. അങ്ങനെ വിശ്വസിക്കുക. ആ, നീ മഗ്‌രിബിന് പള്ളിയിലേക്കൊന്ന് വാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. മോന് ഭയങ്കര പനിയാ തങ്ങളെ. ഡോക്ടറെ കാണിച്ചോ? ഇല്ല. എന്നെ കണ്ട സൂക്കേട് മാറുകയോ?
പോയി ഡോക്ടറെ കാണിക്കേ. അതിന്റെ ഷീട്ട് എന്നെ കാണിക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മണക്കാട്ട് തങ്ങൾ പറഞ്ഞത്. ആ ഇരിക്കേ. എന്താ പേര്? കുഞ്ഞുകുട്ടി. എവിടെയാ വീട്? പെരിങ്ങാവൂര. വണ്ടി കണ്ടപ്പോ ഞാൻ കരുതി വല്ല ഗൾഫുകാരായിരിക്കുന്നു. വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്നെ യാത്രയാക്കിയത് ഗൾഫിലേക്ക് വിടും പോലെയാ. ആ പെട്ടി ഉണ്ടല്ലോ നിങ്ങള്. അല്ല, ഓരോടയിൽ ഞാൻ അങ്ങനെയാണ്. ഏത് ഇവിടുത്തെ മദ്രസയിലെ വരുമാനമൊക്കെ ഇത്തിരി കുറവാ. കാരണം ഈ നാട്ടിൽ കൂടുതലും സാധാരണക്കാരാ. പിന്നെ ശമ്പളമൊക്കെ ഇതിൽ പറഞ്ഞു തന്നെ ഉണ്ടാവും. ചെലവൊക്കെ ഇവിടെ രണ്ട് കഴിയും. പിന്നെ താമസം അങ്ങാടിയിലൊരു മുറി ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ഇവിടെ ആൾക്കാർ വന്ന് കാത്തു നിൽക്കണോണ്ടാ അസറിന്റെ പള്ളിയിൽ വെച്ച് കാണാം. ഓ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരപ്പം ഗൾഫിൽ വന്നത്? അങ്ങനത്തെ കുഞ്ഞാലിയാണ്. ആരാണ്ടത്? നമ്മളെ പുതിയ മൊയ്യാരാണോ? മൊയ്യാര് കണ്ണും മൂക്കൊന്നും ഇല്ല മൊയ്യാർക്ക്. വല്ലാത്തൊരു കഥയാക്കണ് മൊയ്യാരെ. ഒരുപാട് കുണ്ടും കൊയ്യൊക്കെയുള്ള നാടാണ്. സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോളേണ്ടി. പറഞ്ഞില്ലാന്ന് വേണ്ട. അക്കാലിയൊക്കെ പൊട്ടിന്ന് തോന്നുന്നു. കോയിമുട്ടൊന്നല്ലല്ലോ പൊട്ടി. വെള്ളം എപ്പോട്ടോ അങ്ങനെ അലുവപ്പടിയ മറ്റു കുപ്പായിട്ട് വന്നിട്ട് ഇവനെയൊക്കെ അങ്ങ് തച്ചങ്ങോട്ട് കൊന്നാളെ വേണ്ട. നാട്ടിലും കൂടെ വീടിനും കൂടെ നടന്നോളും. ബാപ്പുട്ടിയെ അതാ. ഓ നീ എന്തേ നാസ്ത കഴിക്കാണ്ടിയാ പോയത്? ആ വയറൊക്കെ ഒട്ടി കിടക്കുന്നുണ്ട്. പിന്നെ മണക്കാട്ടിന്ന് പുതിയൊരു മൊയ്യാര് വന്നിട്ടുണ്ട്. മൂപ്പർക്ക് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുക്കണം. ഇന്ന് ഒരു 10-30 പേരുണ്ടാവും ഉച്ചയ്ക്ക് ചോറിന്. ആ എന്നാ പോയി നാസ്ത കഴിക്കേ. ആ സദർ ഉസ്താദിനോട് മദ്രസ പിരിഞ്ഞു ഇങ്ങോട്ട് വരാൻ പറ. ചെല്. ദേ ഒരാഴ്ച രാഘവൻ തേങ്ങൽക്കാരാൻ പറഞ്ഞ് പറ്റിക്കണ്. ഓനിക്ക് പാടപ്പോ കുഞ്ഞാലേക്കില്ലാങ്കാട്ട് വലിയ പവറാ. കാറും കൊണ്ട് ചെന്നാലേ പോരുമല്ലോ. ഞാൻ കണ്ടു പറഞ്ഞോളാം. ചെല്ല്. ആ എന്നിട്ട് ആരാപ്പത്? റഷീദാ പ്രഭാര? വാ ഇറങ്ങ്. വാ വാന്ന്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തലേപ്പരയാ പെട്ടി ഒന്ന്. ഓ വാ. ആരാ മൊയ്തീനത്? നമ്മളെ പുതിയ മൊയ്യാരാ. കുഞ്ഞുകുട്ടി. കൂരക്കൊല്ല വയനാട്. ഞാൻ പ്രഭാകരൻ, കൽപ്പണിക്കാരനാ. കോലൊന്നും നോക്കണ്ട, നാട്ടിലെ ചെറിയൊരു കലാകാരൻ. ആയിക്കോട്ടെ. ഞാൻ സക്കീർ താലിസ്റ്റാണ്. കോയക്ക നമ്മളെ തമ്പി സാറ് നാട്ടിൽ പോയതാ. ഒരു മരണുണ്ട്. നമ്മളെ മോളിലെ മുറി ബാപ്പുട്ടി അവിടെ തട്ടിക്കൊടീന കണ്ടി. താമസം ഞമ്മക്ക് അടി ഒരിക്കാൻ തോന്നുന്നു. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ബിസ്മിൻ ചൊല്ലിക്കോ. എന്ത് കിട്ടിയ പടച്ചോനെ. അങ്ങോട്ട് നോക്കണേ. കൂടി പോയി. കണ്ടിട്ട് നല്ലൊരാളാണെന്ന് തോന്നുന്നു. നിനക്കിപ്പോ ചായക്ക് ഒരാളൂടി ആയല്ലോ. അത് തങ്ങളെ വീട്ടിൽ നിന്നാന്ന്. അത് ശരി. അങ്ങോട്ട് പോരി. ഇങ്ങോട്ട് പോരി. ആ മൂല കടച്ചോളി. ആ മൂല കച്ചോളി. നോക്കി വെക്കണേ, പൊട്ടി പോണ സാധനം ഉണ്ടാവും. 2 ആൾക്ക് പോയി ചായ ബെഡൊക്കെ ഉണ്ട്. ഒരു ടേബിൾ ഫാൻ വേണം. പിന്നെ ഒരു മേശയും. പിന്നെ കമ്പ്ലീറ്റ് പൊടി പൊടി നന്നായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞങ്ങൾ അറിഞ്ഞാഴ്ച
നിങ്ങൾക്ക് എന്താ സഹായമൊക്കെ വേണം ചെയ്തരാറിഞ്ഞി ഒരാൾക്ക് നമ്മളെ നാടൊക്കെ ഇഷ്ടമായോ? പിന്നല്ലാണ്ട് നല്ല മൊഞ്ചുള്ള നാടല്ലേ. ഇവിടെ ബൾബ് മാറ്റി കൊടുക്കണം, ജനൽപ്പണി പോയിണ്ട്, ഓട് മാറ്റണം, പൊടി കംപ്ലീറ്റ് പിടിച്ചെടുക്ക. ഒറ്റ മിനിറ്റ്. ഹലോ, ആ ഞാൻ എയർപോർട്ടിലെത്തി. ആ അന്ന് മൊയ്തീനെ മൊയ്തീനെ കല്യാണം വെച്ച ഇല്ലാന്നാ തോന്നുന്നേ. എന്നാലേ നീ അതൊന്നും അറിയണം. കണ്ടിട്ടൊരു പവറിനാണോ? അതാണ് എന്നെ കൊല്ലടാ. അല്ല ആരാണത്? അമീറെല്ലാം കൂടെ പൊളിക്കല്ലാണ്ട് ഇറങ്ങിക്കൂടാണ്ട് വേഗം. ആദർശ് എഴുതി വെച്ചിട്ട് കാര്യമില്ലടോ, അത് പ്രവർത്തിച്ച് കാണിക്കണോ? ആമമൂസേ എന്നെ കൊല്ലടാ. ആമമൂസ മെമ്പർ. നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ, പാവപ്പെട്ട 10 പെൺകുട്ടികൾ നിക്കാഹ്. ഇത് എഴുതി വെച്ചതല്ലാണ്ട് ഇതിൽ ഒരെണ്ണം നടപ്പിലാക്കാൻ കഴിഞ്ഞോ? ഈ പറ്റിക്കലൊക്കെ ഈ നാട്ടിലെ നടക്കൂ. അത് ഇനി ഇവിടുന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല അമീറെ, നേരിട്ട് ചോദിക്കണം. ചോദിക്കൂ, അമീർ മുഖത്ത് നോക്കി ചോദിക്കൂ. എന്താ പ്രശ്നം? അതൊരു കാര്യമില്ലാന്ന്. കാര്യമില്ലാന്നോ? കാര്യമില്ലാത്ത കാര്യത്തിന് അമീർ പ്രശ്നം ഉണ്ടാക്കൂല. അമീറെ നീ അങ്ങനെ പറയരുത്. പഞ്ചായത്ത് നിന്ന് വളം തന്ന്, കോഴിക്കുട്ടീനെ തന്ന്, ഇഞ്ചി തന്ന്, മഞ്ഞൾ തന്ന്, ഇതൊക്കെ തന്നില്ലടോ. ഏതൊക്കെ ഒരു നന്ദി ഉണ്ടായിക്കോട്ടെ. എലിവാണം പോലത്തെ ഒരു മെമ്പർ കാല് കൂട്ടിപ്പിടിച്ച് നിലത്തടിക്കാൻ വേണ്ടി. ആർക്കാണ് മൂസനെ കല്ലെറിയണ്ടേ? ആർക്കാണ് നിലത്തിട്ട് ചവിട്ടണ്ടേ? പണിയും തരവില്ലാത്തോരെ പോക്കിരിത്തരം കാണിച്ച കൈ കെട്ടി നമ്മൾ നോക്കി നിൽക്കൂല. അടിച്ച ചെപ്പക്കുറ്റി നമ്മൾ പൊളിക്കൂ. ഈ മൂസേ വെറും വാക്ക് പറയൂല, എഴുതി വെച്ച നടപ്പാക്കി തന്നെ ചെയ്യൂ. എന്റെ പോലിന് കല്ലെറിഞ്ഞിട്ട് ഒരു കാര്യമല്ല. പെങ്ങളെ കെട്ടിക്കണമെങ്കിലേ വല്ല പണിക്ക് തരത്തിനും പോകണമായിരുന്നു. മെമ്പറെ പോരേലിരിക്കുന്ന പറഞ്ഞല്ലോ, നിങ്ങളെ ചക്കാത്ത ഈ അമീർ വേണ്ട. നിന്റെ റഷീദ് വരട്ടെ, നിന്റെ പെങ്ങന്മാർ നിക്കാഹ് അന്തസ്സായിട്ട് ഞാൻ നടത്തും. കാണോടോ നിങ്ങൾ ഇങ്ങനെ പരസ്പരം തല്ലുപിടി കളിക്കുക. ഇയാളാരാ? മെമ്പറെ ഇവിടെ പുതിയ മൊയിലാരാണ്. എന്താണ് അമീറേത്? മെമ്പർ ഈ പറഞ്ഞ കാര്യം ഒരു ഗൗരവമുള്ള കാര്യ. അതിങ്ങനെ എടിപിടിയൊന്നും നടക്കൂല. അതിനും ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലും ഒരു 10 പെൺകുട്ടികളെ നിക്കാവും. ഇത് നടത്തിയിട്ടേ കുഞ്ഞിക്കുട്ടി മുസ്ലാരി നാട്ടിൽ നിന്ന് പോകും. അതിന് മെമ്പറെ കൂടെ നമ്മളുണ്ടാവും. എന്തേ കോയക്ക എല്ലാവർക്കും ഓരോ ചായം കൊടുത്താലേ. എല്ലാരും കുടിച്ചോളൂ. പോകുമ്പോ പോവുക. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൽ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ. തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ. മാരനൊര തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ. മാരനൊര തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ. തനനിന്ദ താനനിന്ദ താനിന്നോ. താനിന്ദ താനനിന്ദ തിന്നിന്നോ. തനനിന്ദ തനനിന്ദ തെന്നിന്നോ. തനനിന്ദ തനനിന്ദ തെന്നിന്നോ. 14 രാവുദിച്ചത് മാനത്തോ കലായി കടവത്തോ. ഇങ്ങോട്ട് വാ. ഉണ്ടോ? അതിനെന്താ, ആരും പോരുത്, ഒരു ചെറിയ കോളുണ്ട്. അതിവിടെ വെക്ക്, അതവിടെ ഇതിവിടെ വെക്ക്. എന്താ കോള്? അതേ എന്റെ ഉമ്മാന്റെ ഒരു രീതിയാണ്. ഏടെ പോകുമ്പോഴും ഒരുപാട് തിന്നുള്ള സാധനം കൊടുത്തത്. ദുബായിലൊക്കെ പോകുമ്പോലെ. എന്താ ഒരു കോള്? അങ്ങനൊന്നും ഇല്ല പാത്തുമ്മ. ചക്ക പൊയിഞ്ഞത് പൊയമീൻ കറിയും പിന്നെ കുറച്ച് അവിലിടിച്ചതും. അനക്കറിയാലോ, ചക്ക പൊയിഞ്ഞത് പൊയമീനും. ഇന്റെ മോന് കാലിയതിന് ജീവനാ. പിന്നെ അപ്പൊ എല്ലാവർക്കും കൂടി ഒന്ന് പിടിക്കല്ലേ? ഇത് ചക്ക പുഴുങ്ങിയത്, ഇത് നൈസ്പത്തിരി, ഇത് പൊയമീനാണ്.
പിന്നെ ഇത് ബീഫ്, ഇത് ചിക്കൻ. സന്തോഷായില്ലേ? തുടങ്ങിയല്ലേ എന്നാല് അടക്ക് തരൂ, ആക്രാന്തം കാണിക്കില്ലേ? മെമ്പർക്ക് തന്നെ, മെമ്പർക്ക് തന്നെ. ആ മെമ്പർക്ക് തുറന്നോട്ടെ. അടക്ക് അതാ പിടിക്ക്, ആയില് പിടിക്ക്, അങ്ങോട്ട് നിട്ട് ആയില്. ഇപ്പൊ എല്ലാവർക്കും ആയില്ലേ? അവിടെ നോക്കണേ. ഇനി നമുക്ക് കറി വിളമ്പിയാലോ? തിന്നോട്ടെ, നല്ല നാടകോയല്ലേ. ഉമ്മ ഉണ്ടാക്കിയ കറി എങ്ങണ്ട്? വഴിക്കിഴക്കാണെന്നാ തോന്നുന്നത്. ചക്ക ഏതായാലും എന്താടോ വെക്കുന്നോർത്താക്കണം. കുരുമുളക് കിട്ടിക്കോ, വല്ലാത്തൊരു. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ നല്ല എരുണ്ടാവുന്ന്. കൊളസ്ട്രോള് കൂടെ മെമ്പറെ മോന്ത കണ്ടൂടാ. മുഹമ്മദാജിന്റെ വീട്ടിലെ നോമ്പറ കഴിഞ്ഞ ശേഷം ഇപ്പഴാ കൊണത്തിരുന്നത്. അതെ, പത്തിരിണ്ടേ. ഞാൻ എടുത്തരാം. ബീഫ് അടിക്കും, ബീഫ്. പത്തിരിയും ബീഫും കൂടി എങ്ങണ്ട്? മൊയ്തീനെ, ആ പയ എല്ലാവർക്കും കൊടുക്ക്. വെട്ടികെട്ടല്ലേ മോനെ, ഒരു കൊലയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഓന് നല്ല കളറൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ എനിക്ക് നമ്മൾ ഇങ്ങനെ മേടിച്ചത്. ഇത് തിന്നാല് നമ്മുടെ മോന് നല്ല കളർ ഉണ്ടാവും. ആ തിന്നോട്, ആ കകനുട്ടി തിന്നോട്. അങ്ങനെ തന്നെ ഇനിയും മേടിച്ചു വരും നമ്മൾ കേട്ടോ. ഇനിയും മേടിച്ചുണ്ടോ എന്താ കുങ്കുമപ്പൂ മേടിക്കണം നമുക്ക്. കുങ്കുമപ്പൂവേ പാലിൽ കലക്കി കുടിച്ചാലേ കുട്ടി നല്ല നറമ്പക്കും പോലെ. ആ പിന്നെ അത് മേടിച്ചുണ്ടോ നമുക്ക്. ഇത് കയ്യിൽ വെച്ചോ, അത് തീരുമ്പോ തിന്നണോ, അടി കിട്ടും എനിക്ക്. അങ്ങോട്ട് എടുക്ക. അല്ല പയല്ലേ നീ? നേന്ത്രപ്പയില്ല, ഒന്നങ്ങോട്ട് തെരിഞ്ഞായി ഇല്ലൊക്കെ പറയണ്ടേ മാറേ. കാക്ക ഏത് നേരമായി പണിയെടുക്കണ്. ഇവിടെ കംപ്ലീറ്റ് ചേമ്പായി കള്ളം പോകും. ഇവിടെ മോൻ വരുമ്പോഴേ കംപ്ലീറ്റ് ചേമ്പായി കള്ളം. കരളും തമ്മിൽ പിണഞ്ഞു, പിന്നെ കണ്ണീർ മെയ്യും തമ്മിൽ പിണഞ്ഞു, ചുണ്ടിലങ്ങനെ ചോര പൊടിഞ്ഞു, സുന്ദരവദനം വിയർപ്പു നനഞ്ഞു. പറയൂല ഞാൻ പറയൂല. കസ്തൂരി പൊട്ടുമാഞ്ഞു, നിന്റെ കാർക്കൂന്തൽ കെട്ടഴിഞ്ഞു. പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനം കിളിക്ക്. കുരുത്തക്കേട് കളിക്കല്ലടാ. പഞ്ചാരപ്പനം കിളിക്ക്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ഒരു പാട്ടും പേത്തൊക്കെ? അത് വെറുതെ. ഈ നാട്ടിലെത്തുമ്പോ വല്ലാത്തൊരു കുളിരാണ് നെത്തോലി. എങ്ങനെ കുളിരാതക്കൂ? നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്ന വെള്ളവും കാറ്റും വയലൊക്കെ എവിടെ കിട്ടാനാ? ഇവിടെ ആദ്യമായിട്ട് എത്തുന്നവർ കൊന്ന് കുളിരും. ഇതാ കുളിരല്ല സൈത്താനെ, ഇത് കുളിര് വേറെയാ. ഏത് കല്യാണക്കുളിരോ? കോണുണ്ട കോയ? കോണുണ്ട് കോയ. നമ്മൾ അടുത്ത മൊഞ്ചത്തി ഈ നാട്ടിലെവിടെയോ ഉണ്ടെന്നൊരു തോന്നൽ. അതേത് മൊഞ്ചത്തി? ആരും കണ്ണുവെക്കാത്ത അത്തറിന്റെ മണമുള്ള ഹൂറി നമ്മുടെ മനസ്സിന്റെ ആകാശത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നെത്തുലി. ഈ കഥാപ്രസംഗം പറയാതെ അത് ഹൂറി ആരാന്ന് ഇങ്ങോട്ട് പറ. ഈ കാണപ്പെട്ട സ്ഥലത്തിന്റെ ഒക്കെ ഏക അവകാശി
തങ്ങളെ ജീവന്റെ ജീവൻ. ആര്? മുത്തീബിയോ? കുഞ്ഞിക്കുട്ടി എന്നുള്ള അബ്ദുള്ള കുട്ടി, എന്റെ തടി ബെടക്കാവേ. മോനെ നെത്തോലേ, നെഞ്ഞു കലക്കി അബ്ദുള്ള കുട്ടി ഒരുപാട് മീൻ പിടിച്ചിരിക്കണം ഇവിടെ. ഇജ്ജ് നോക്കിക്കോ, ഒരു കലക്ക് നമ്മളിവിടെ കലക്കും. ഉറുപ്പി 1 2 അല്ല, ഒരു 10 പെട്ടിയുണ്ടോ എന്റെ തുണി കിടക്കുന്നത്. ചേക്കോ അറിയാലോ എന്നെ, ഇന്നെ വെറുതെ അങ്ങോട്ട് വരുത്തിക്കരുത്. ആ പറഞ്ഞോളാം. കിട്ടിയോ? അബ്ദുള്ള കുട്ടി പിപ്പി, സൺ ഓഫ് ലൈറ്റ് അഹമ്മദ്, പുത്തൻപുരയ്ക്കൽ. അബ്ദുള്ള കുട്ടിയും ഹംസത്തലിയും പൊന്നാനി കടപ്പുറത്ത് നിന്ന് പരിചയപ്പെട്ട് ഓലങ്ങനെ കളിച്ചും ചിരിച്ചും ബിസിനസ് ചെയ്തും പിരിയാൻ പറ്റാത്ത ചങ്ങായിമാരായി. ഒടുക്കം ഹംസത്തലിന്റെ ഒരേ ഒരു കൂടപ്പുറപ്പിന് ഓന് നിക്കാഹ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. നമ്മള് കണ്ണു ചിമ്മിപ്പോയി. ഇല്ലില്ല, നല്ല രസം തന്നെ കാണാൻ. നോക്കി. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ചങ്ങായി പുജ്ജാപ്പിളെ, അനക്കെന്റെ ചങ്കാടാ തരുന്നേ. ഉമ്മ മരിച്ചിട്ടേ ബാപ്പ വേറെ പെണ്ണ് കെട്ടി പോയപ്പോൾ ഈ ഇക്കാക്കേടാ ഓക്ക് ബാപ്പ അമ്മയ്ക്ക് ഏട്ടനായിരുന്നു. പിന്നെ ഓക്ക് കുറച്ച് വാശി കൂടുതലാ. ഉമ്മല്ലാണ്ട് വളർന്നതല്ലേ, അത് ചെങ്ങ പുറത്താള്. അബ്ദു, എൻ്റെ കൽബിൽ സ്നേഹം മുഴുവൻ ഒക്കെ കൊടുക്കണം. ഓളെ കരയിപ്പിക്കരുത്. എന്താ ഹംസേ? ഹംസേ, ഹംസത്തിലേക്ക് രണ്ടാൾ മാത്രമേ ഉള്ളൂ. 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഖത്തറിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് രാവും പകലും മുഴുക്കനെ പണിയെടുക്കും. എന്തിനാന്നറിയാം എൻ്റെ പുയ്യാപ്പിളെ? എന്നാ കേട്ടോളി, ഈ പൊന്നാനി അങ്ങാടി ഹംസത്തലി വിലക്കെടുക്കും. എന്നിട്ട് കൊട്ടാരം പോലത്തെ ഒരു വീടുണ്ടാക്കും. എന്നിട്ടൊരു വിലസുണ്ട് എൻ്റെ അളിയൻ ചെങ്ങായി. എന്താ ആ 6-ാം പറഞ്ഞ അഡ്രസ് എന്റെ പുന്നാരളിയന്റെ. കുട്ടികളെ വിളിക്കട്ടെ ഹംസേ? വെട്ടിക്കൊന്ന് നമ്മക്കവനെ പൊന്നാനി കടലെറിയാ. ഇപ്പൊ ഞമ്മള് മതി കാണണം ഞമ്മക്കൊരു ദിവസം. എന്നാലും ഒരു കരുതലിന്. 3 മാസമായി ഹംസത്തിൽ കൂട്ടിയും പെരുക്കി കൊണ്ടുനടക്കുന്ന പകണ്ട് മനസ്സിൽ കൂട്ടിയാ കൂടിയില്ലെങ്കിൽ ദാ നോക്ക്, ഇത് വിറ്റ് പെറുക്കിട്ടാണെങ്കിൽ ആട്ടിറങ്ങാം ഹംസത്തലി. ഓനക്ക് വേണം ഈ വണ്ടിയുടെ സാമാനെ കുഞ്ഞിപ്പൻ നമുക്ക് വൈന്ന് കയറ്റാ, അതാ നല്ലത്. ഹലോ ഹലോ, ഒന്ന് നോക്കണേ. ഈ പുത്തമ്പുരക്കല്ലേ അബ്ദുള്ള കുട്ടീൻ്റെ വീട് എവിടെയാ? ഈ വളം അങ്ങോട്ട് തിരിഞ്ഞാ മതി. അപ്പുറം അല്ലേ? അപ്പുറം തന്നെ. ഞമ്മൾ ഹംസത്തലി പൊന്നാനിന്ന് വരിക. മോന്റെ കൂട്ടുകാരായിരിക്കൂല്ലേ? വരി മക്കളെ, ചായ എടുക്കാം. ഞങ്ങളിങ്ങനെ ചായം ചോറും ബൈക്കാൻ വന്നല്ല, ഞങ്ങളെ പൊന്നാര മോനെ ഇറക്കി വിടി. ഹംസേ, ഈ കാര്യം പറയും. ചെക്കന്മാര് വല്ലാത്ത ചോരത്തലപ്പല. നിങ്ങൾ മര്യാദയ്ക്ക് ഒന്നും ഇറക്കി വിടിന്ന്. നിങ്ങൾ ആരുടെ കാര്യ മക്കളെ ഈ പറയണത്? അല്ല, ഇത് പുത്തമ്പുരക്കൽ അബ്ദുള്ള കുട്ടീന്റെ പേരന്നല്ലേ? തന്നെ. പക്ഷേ ഓനിപ്പോ ഇവിടെ ഇല്ല, ഗൾഫിൽ പോയി. ഓ, ഗൾഫ് പോയി പച്ച പൊള്ളു പറഞ്ഞു നടക്കുക. ഇങ്ങക്കറിയോ ഇന്റെ കാലി ഇതിന് കൊടുത്തയച്ച ചക്ക മീനും? ഓ എന്റെ പടച്ചോനെ, അത് ആലോചിക്കുമ്പോ ചോദിക്കും പോലെ ചോദിക്കണടാ. എന്താടി ഇവിടെ കാര്യോ? വേറെ കടി എന്റെ മുറ്റത്തിന്ന് ചക്കയും മീനും ചേട്ടത്തന്നെ പറഞ്ഞ് വന്നേക്കാണ്. ഇനി ഈ കാര്യം എന്റെ മുമ്പിൽ വന്ന് പറഞ്ഞ നീ വിവരറിയാസിയ പറഞ്ഞില്ല. എന്റെ പൊന്നു മക്കളെ, എന്റെ അബ്ദു അങ്ങനെയൊന്നും ചെയ്യൂലാട്ടാ. ചെയ്താ പിന്നെ ഈ പാത്തുമ്മ ഇല്ല മക്കളെ. കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ് കള്ള കുടുംബം പറഞ്ഞ് എന്റെ ഓരോരോ പെങ്ങളെ കെട്ടി മുങ്ങി നടക്കുക ഞങ്ങളെ പുന്നോര മോൻ. ചുട്ടുപൊള്ളുന്ന മണലിനേക്കാൾ നീറുന്ന മനസ്സായി കഴിഞ്ഞ 3 മാസത്തെ തെരഞ്ഞെടുക്കുക ഹംസത്തലി.
ഈ ദുനിയാവിന്റെ ഏത് കോണ് പോയി ഒളിച്ചാലും ഹംസത്തിൽ കണ്ടുപിടിക്കും. എന്നാൽ എന്റെ നെഞ്ചിലെ പക തീരൂ. ദുആ ചെയ്തിട്ട് കാര്യല്ലമ്മ. ഹംസത്തിൽ ഒരുങ്ങി ഇറങ്ങിയതാ. നിങ്ങളെ കൊണ്ട് നിങ്ങളെ മോന്റെ പേരിൽ കത്തോദിക്കുഞ്ഞ് ചോദിക്കണടാ വരണടാ. എല്ലാം നോക്കണേ. ഇവിടെ ചായ പ്രഭാരട്ടാ ഫോണൊന്നും കിടക്കി റഷീദ് ഖാൻ വന്നിരുന്നു കേട്ടോ. ഏത് നമ്മളെ റഷീദ്? ഇന്നാ പിന്നെ കോൾ അടിച്ചില്ലേ? വലൈക്കും സലാം. ഗൾഫ് പോയി ആകെ ഒന്ന് ഉടഞ്ഞിക്കണല്ല. അതൊക്കെ ഗൾഫിൽ വെയിലുണ്ടാ. അല്ല ലീവൊക്കെ തോന്നണ്ടോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഉണ്ടായി പോയി നീ. കച്ചവടം അടിക്കണ നാണിപ്പോനല്ലേ എന്ത് വേണം? ആ ഇങ്ങളെന്താ തന്നേക്കേ? തങ്ങളെ മുതലിന് ഇനി കണക്ക് പറയല്ലേ ബാപ്പുട്ടിയെ. അന്ന് രാത്രി കൊച്ചിക്കോയാ. അപ്പൊ മൊയ്യാരെ മൊയ്തീനെ വിവരം അറിയിക്കണം. അത് ഞമ്മളേറ്റെന്ന്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. റഷീദ് ഖാ രാവിലെ തന്നെ നല്ല പണിയിലാണല്ലോ. ഇതൊന്നും വലിയ പണിയല്ലടോ. ഇരിക്കുന്നില്ല. പിന്നെ നിന്റെ കാര്യങ്ങൾക്ക് അറിയാലോ, നമ്മളെ ഫരീദാനെ ഒരു കൂട്ടർ വന്ന് കണ്ടു പോയിക്കുന്നു. ഞമ്മക്ക് പറ്റിയ കൂട്ടരാ. അതൊന്ന് ഉഷാറായിട്ട് നടത്തണം. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് കടമൊക്കെ ഉണ്ട്. അത് എല്ലാരെയും നിങ്ങൾ വരുന്നേരം അങ്ങോട്ട് പിടിച്ചു നിർത്തിയതാ. ഇവിടക്ക് ഞാൻ പോരാ. റഷീദ് ഖാ കോയക്കാരൻ്റെ പീടികയിൽ ഒരു 4 റുപ്യ കൊടുക്കാണ്ട്. പിന്നെ കൈക്കടം വാങ്ങി വേറെ ഉണ്ട്. എല്ലാം കൂടി ഒരു 10 റുപ്യേൻ്റെ അടുത്ത് എത്തും. ഒരു 10 ഇങ്ങോട്ട് എടുത്തോളിട്ടോ നിങ്ങള്. എന്റെ സ്ഥിതി ഇപ്പം ഞാൻ എങ്ങനെയാണോട് പറയാ? 2 കൊല്ലം കൊണ്ട് പോയ കടം വീട്ടിൽ നിന്നല്ലാണ്ട് ഒന്നും സമ്പാദിക്കാൻ എനിക്ക് പറ്റിയില്ല. പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലേലും എങ്ങനെയെങ്കിലും ഒരു വിസ ശരിയായി തരണമെന്ന് ഞാൻ വിചാരിച്ചിനി. അതും കഴിഞ്ഞില്ല. എൻ്റെ ഇപ്പം അതേ ഉള്ളൂ. ഇത് തന്നെ ഇവിടുന്ന് മേടിച്ചാ. റഷീദ് ഖാ നിങ്ങളെ വരവും കാത്തിക്കുന്ന 4 പേരുണ്ട് എൻ്റെ പുരയിൽ. ഇടയ്ക്ക് ഞാൻ ഉമ്മച്ചീനോട് പറയൂ, എൻ്റെ റഷീദ് ഖാ വന്നാൽ എല്ലാം ശരിയാവുമെന്ന്. അങ്ങനെ തന്നെ ഞാനും വിശ്വസിച്ചു പോയി. ഇല്ല, ഇനി ഈ നാട്ടിൽ നിന്നൊരു കാര്യമില്ല റഷീദ് ഖാ. 10 റുപ്യ ഉണ്ടാക്കണം. നിങ്ങളെ വരവേദന നന്നായി. ഇല്ലെങ്കിൽ വെറുതെ ഇവിടെ നിന്ന് കാലം കഴിച്ചാനേ. പോട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. പത്തനേറ്റാ പാലായിട്ട് വരുന്നേ. ചായപ്പീടിയിൽ ആള് കാത്തിക്കാണ്. ഞാനിവിടെ ഇല്ലേ, 2-3 വീട്ടുകാരുണ്ട്. ഓരാണ് ഞാൻ സൂയിപ്പാച്ചിട്ടും പീഡിയക്കാർക്ക് നേരം വൈകി കൊടുക്കുക. ഉറുപ്പേ 500 കവഞ്ഞു കിട്ടോ. നാളെ എന്തെങ്കിലും എനിക്ക് കൂട്ടി തരണോ? കടയിലെ പറ്റും കൂടിക്കണട്ടാ. അതൊക്കെ ഞാൻ ശരിയാക്കുന്നത്. ഞാനിവിടെ ഇല്ലേന്ന്. ഞാനും ഇവിടെ ഇല്ലേ. ഓ ഉപ്പാ ഉപ്പാ നിങ്ങൾക്ക് അമീർ ഖാൻ നാട് വിട്ടുപോയാലേ? ഇതൊന്ന് പിടിച്ചാ. അമീർ നാട് വിട്ടു പോവേ. എന്തേ പറ്റിയ മൂപ്പർക്ക്? മൊയ്ലിയാരെ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കി. എൻ്റെ അവന് പറ്റിയേ. കോയക്കാക്ക് ഞാൻ പോകുന്നു. എങ്ങോട്ടാന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഈ പോക്ക് ആവശ്യമാണ്. എണ്ണിയാ തീരുന്ന കടങ്ങളേ ഉള്ളൂ. എന്നാലും വലിയ പ്രശ്നങ്ങളുണ്ട് മുമ്പിൽ. ഉമ്മാൻ്റെ കാര്യം അറിയാലോ. ആരോടൊന്നും പറയൂല. എന്നാലും കണ്ടറിഞ്ഞ് എല്ലാവരും നോക്കണം. കുഞ്ഞിക്കുട്ടി മുസ്ലാരോടും തമ്പി സാറിനോടും പ്രഭാകരനോടും ബാപ്പുട്ടിനോടും അമീർ നാളെ നല്ലവനായിട്ട് വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കോയക്കാനോട് ഹോട്ടലിൽ വല്ലതും ബാക്കി വരികയാണെങ്കിൽ
പകുതി വീട്ടിലേക്ക് കൊടുക്കണേ. ഇനി നേരിൽ കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങളുടെ സ്വന്തം അമീർ. ഒരു പെങ്ങളെ കല്യാണം ഏതാണ്ട് ശരിയായി വന്നായിരുന്നു. റഷീദായിരുന്നു ഓന്റെ ഏക അത്താണി. ഓന് പരഗതില്ലാതെ വന്നു. അതുകൊണ്ടായിരിക്കും അമീർ നാട് വിട്ടത്. ഈ പ്രശ്നത്തിന് നമ്മളൊരു പരിഹാരം കാണും. ഇത് അമീറിന്റെ പെങ്ങളെ പ്രശ്നം മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണവും നമ്മൾ നിന്ന് നടത്തും. അതിനുള്ള ഭയ നമ്മൾ കണ്ടിക്കണം. എന്തേ പാത്തുമ്മ, ഇനി എന്തിനാ പെട്ടെന്ന് എന്നോട് വരാൻ പറഞ്ഞത്? നമ്മുടെ അബ്ദുള്ളാനെ കൊല്ലാൻ ഒരുത്തൻ ഒരുമ്പെട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്. ഓന്റെ പെങ്ങളെ നിക്കാഹ് കഴിച്ച് മുങ്ങി നടക്കുകയാണെന്നാണ് ഓൻ പറയണത്. എന്റെ അബ്ദു അങ്ങനെ ചെയ്യൂല, എന്റെ മോൻ അങ്ങനെ ചെയ്യൂല. പാത്തുമ്മ, ഞാൻ ഡ്രൈവർ കുമാരനെ കണ്ടു. ഈ ബേജാറാവണ്ട. വെള്ളാരം കുന്നിൽ ഒരു തങ്ങളുണ്ട് പോലും. ഈ അയാളെ പോയി ഒന്ന് കാണണം. എല്ലാത്തിനും ഒരു വഴി ഉണ്ടാവും. കിടക്കാണ്ടേ ഇവിടെ പുറത്തൊക്കെ ഇറങ്ങടി. അന്നെ കുറച്ച് ദിവസം ഞാൻ തെരഞ്ഞെടുക്കുന്നു. എന്റെ മോന് കാലേതിന് കൊടുത്തയച്ച ചക്ക മീൻകറിയും അന്റെ മോൻ എന്താക്കടി പറഞ്ഞടി. അമ്മളി പാത്തുവോ ആസിയ, ഇയാളും തരൂ നോക്കി വർത്താനം പറഞ്ഞോ. പറഞ്ഞ എന്താക്കടി അമ്മളി പാത്തുവോ? പടവാളിച്ച് എന്റെ നീളം കൂടി വെച്ച് മുറുക്കി. ഇത് 5000 കയ്യിൽ വെച്ചോളി. ബാക്കിയൊക്കെ നമുക്ക് കണക്കാക്കാം. കുതിരക്കേ കുതിരക്കേ. സൈക്കോ സ്പൈസസ് നാടറിയുന്നു നാടറിയുന്നു. എന്താ ഇതിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നെത്തോലിയെ. നിലനിൽപ്പ് വെച്ചാല് ഇതിന്റെ ഉമ്മാക്കുള്ള കത്താണ്. എന്തോ പന്തികേടുള്ളോണ്ടാ ഉമ്മ ഇങ്ങനെ തങ്ങളെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കണത്. ഞമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ഇജിന്റെ പെര വരുന്നു പോണം. ഈ കത്തിന്റെ ഉമ്മാക്ക് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് സാധനം മേടിച്ചു തരും, അതും കൊടുക്കണം. ഞമ്മള് റിയാദിലാണ്. ഉമ്മാക്ക് എഴുത്തും വായന അറിയാത്ത ചിലപ്പോ എന്നെ വായിച്ചു കൊടുക്കണ്ടേ. അത് ഞാനേറ്റ്. ഞാനും റിയാദിലേനല്ലോ, ഒരാഴ്ചയിലെ വന്നിട്ട്. എന്തേ പോരെ? പഷ്ട് ഇജണ്ടാ നെത്തോലി. അബ്ദുള്ളക്കുട്ടിന്റെ ഇക്കോലം കെട്ടലിന് ഒരു കാര്യമുണ്ട്. ഓന്റെ കുറ്റ്യാടി ദീവിനെ കണ്ട് ഓളെ സ്വർണം കുറച്ച് കൈക്കലാക്കണം. എന്തിനാണെന്നറിയോ? വെള്ളാരം കുന്നിലെ നാട്ടുകാരെ കയ്യിലെടുക്കാൻ. എന്തോ ഒരു വിക്രസ് പരിപാടി ഒപ്പിക്കാനാ. മോളെ, രാവിലെ തന്നെ പാട്ടുകാലക്കൊക്കെ എടലും പോകുന്നുണ്ടോ? ഇക്കാക്ക വരുന്നുണ്ട്. ആരിന്റെ പിയാപ്പിളെ? അത് പറയാ, അതല്ല എനിക്ക് പറ്റി സന്തോഷം. എന്തല്ലാടി ഗോള്? കുറച്ച് പലഹാരല്ലേ ഉണ്ടാക്കിയത്. മൂപ്പര് പോയിട്ട് കുറച്ച് കാലായില്ലേ? കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോ പോയല്ലേ. വിളിക്കുമ്പോ ബോംബെയിലെല്ലാം തിരക്കില്ലാന്ന് പറയും. എനക്കും കൂടി പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് കൊണ്ടുപോവാന്നാ പറഞ്ഞ. അതാ വേണ്ടത്. ഈ വരത്തിന് മുറുക്ക പിടിച്ചോ, വിടണ്ട. എന്നാ ഞാൻ പോന്നേ. പാവം കുട്ടി, അതിന്റെ സങ്കടം അതിനും പടപ്പിനും മാത്രം അറിയാം. കല്യാണെല്ലാം മുറക്ക് നടന്നേക്കണം. നോക്കാൻ അറിയാത്ത ഇവനെന്തിനാ പെണ്ണ്? ഹലോ, ഏടത്തേക്ക്? അങ്ങാടി കഴിഞ്ഞിക്കാ. ഞാൻ ഇവിടെ എത്തിക്ക്. എന്നെ കണ്ടിക്കില്ല. കീപോട്ട് നോക്ക്. ആ, കണ്ട് കണ്ട് കണ്ട്. അല്ല, എന്നാരും കാത്തുന്നില്ലാലോ. ഇത്തതിനെ കുറ്റിയാടി കണ്ടിക്കില്ല. കണ്ടിക്കില്ല. ഒരെണ്ണം കാത്തുനീനിയാ എത്തിയോ? അല്ല കുഞ്ഞുമോനെ, ഞങ്ങക്ക് വീടരും കൂടി ഒന്നും വേണ്ടേ? പറയണ്ടോ, വല്ലാത്ത തിരക്കല്ലായി പോയി. എന്നാ കേറി വരി. ഇഞ്ഞപ്പാട് ക്ഷീണം ചോദിക്കല്ലോ മോനെ, കേറി കുത്തിരിക്ക്. പെരയിൽ എല്ലാവർക്കും സുഖം തന്നെ? പെരയിൽ എല്ലാവർക്കും സുഖം തന്നെ. എന്നാ കുത്തിരിക്കട്ടോ, ഞാനിപ്പോ വരാം. എവിടെ എത്തി? ഇവിടെ എത്തിക്കൊണ്ടിരിക്കുക. വയല് കഴിഞ്ഞോ? വയല് കഴിഞ്ഞ്.
വയൽ കഴിഞ്ഞാൽ കുറേ തെങ്ങൊക്കെ ഉള്ളൊരു തൊടി ഉണ്ട്, ആ തൊടിയിലേക്ക് കയറി. അല്ലോ കേറി കേറി. ആ അവിടെ കുറെ തേങ്ങയൊക്കെ കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് കൂടിയാണ്ട് പോയാൽ മതി. ആന്ന് ഞമ്മളേറ്റ്, നിങ്ങൾ ബേജാറാവില്ലേ? ഈ കൊളാക്കല്ലേ നെത്തോലിയെ. मैम कुटियाड़ी में है, पत्नी का कमरा घर में. बहुत अच्छा बहुत अच्छा. തുണി അങ്ങ് മാറ്റിക്കാളി. ബോംബെയിൽ എങ്ങനെയാ, മഴലുണ്ടാ? ഒന്നും പറയണ്ട, വല്ലാത്ത ചൂടല്ല. എന്തെല്ലാം അടി ചായക്ക് കൂട്ടല്? എനിക്ക് എന്തെല്ലാം വേണ്ടിയേ? എന്തെല്ലാം ഉള്ള പറ. ചട്ടിപ്പത്തിരി, ഉന്നക്കായ, പത്തല്, ഇലയട, കൊയ്ക്കട്ട, സമൂസ, പൂവമ്പഴം, ഹലുവ, പാല്, ഇതെല്ലാം മതിയാ? മതി, എടുത്തൂട്. നല്ല മീനാണ് ഉമ്മ. എന്താ വില? കിലോയ്ക്ക് 150. അല്ലോ അബ്ദുള്ളിയും കൂടെ ഇല്ല, നീ കൊണ്ടക്കോ. ചെറിയ മീൻ വല്ലേ വരുമ്പോ വാ. ഉമ്മ ആരാ? അബ്ദുള്ള കുട്ടീന്റെ ഉമ്മയല്ലേ? ഞാൻ റിയാദിലേന് അബ്ദുള്ള കുട്ടീന്റെ കൂടെ. മോന്റെ അടുക്കുന്ന മോനിക്ക് എന്താ പറ്റിയത്? കരണ്ട് ഉമ്മ ഒരു കത്ത് തന്നയച്ചാ. ഞമ്മക്കാ? സ്നേഹം നിറഞ്ഞ എൻ്റെ ഉമ്മയ്ക്ക് എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഈ കത്ത് വായിച്ച് ഉമ്മ കരയരുത്, നാട്ടുകാരെ അറിയിക്കരുത്. നമ്മളെ കണക്ക് കൂട്ടലെല്ലാം തെറ്റിച്ച ഒരു യാത്രയായിരുന്നു എൻ്റേത്. ആ കള്ള ട്രാവൽസുകാരൻ ഉമ്മർ എന്നെ പറ്റിക്കുകയായിരുന്നു. വന്ന ദിവസം മുതൽ ഒരാഴ്ച പച്ചവെള്ളം പോലും ആ കള്ള കാഫർ തന്നില്ല. മരുഭൂമിയിലൂടെ 100 ആടിനെ മേച്ച് നടക്കണം. ആകെ കിട്ടുന്ന 2 കുബൂസ് മാത്രമാണ് ഉമ്മ. ആടിന് വയറ് നിറഞ്ഞില്ലെങ്കിൽ പട്ടിണിക്കിടും. എണ്ണം കുറഞ്ഞാൽ ചാട്ടവാറ് കൊണ്ട് അടിക്കും. എണ്ണം കണക്കില്ല. എന്തിനാണ് ഉമ്മ പടച്ചോൻ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഉമ്മ കരയിലുമ്മ. നിന്റെ കയ്യിൽ തന്ന ചക്കയും മീനും പത്തിരിയും പോത്തും ഒക്കെ ആ കാട്ടറബിയും കൂട്ടരും പിടിച്ചെടുത്ത് തിന്നുമ്മ. ആ പൂവമ്പഴത്തിൻ്റെ ഒരു കായ് പോലും എനിക്ക് തന്നില്ല ഉമ്മ. ഞാൻ ഒരുപാട് കരഞ്ഞു, ആര് കേക്കാൻ? മോന്റെ ഭക്ഷണം പിടിച്ചെടുത്ത് ഇന്ന കാട്ടറബിയോളെ, നിങ്ങളൊക്കെ വെള്ളം കിട്ടാണ്ട മജ്ജത്താവും. ഉമ്മ ബാലേട്ടന്റെ ആധാരം കൊടുത്തയച്ചിട്ടുണ്ട്. ഒന്ന് തലയായി, ബാലിനൊരു പാവാണ്. ഈ കത്ത് മുയ്യോന് വായിക്കി. ഈ കത്തുമായി വന്ന മൊയ്തീൻ കുട്ടി എന്ന വലിയ മനുഷ്യനെ കണ്ടുമുട്ടിയത് ഭാഗ്യമായി. അയാളെ അറബിയുടെ കൂടെ ആണ് ഇനി ജോലി. ശമ്പളം കുറച്ച് കിട്ടി. അതിന് കുറച്ച് സാധനം വാങ്ങി കൊടുത്തയച്ചിട്ടുണ്ട്. നമ്മൾ റംലാന്റെ നിക്കാഹ് നാടറിഞ്ഞ് നടത്തണം. പിന്നെ എൻ്റെ ഉമ്മ ഒരു 100 പവനെങ്കിലിട്ട് ഈ നാട്ടിലൂടെ നടക്കണം. എന്നാ മനത് കുടിക്കേ. പഠിച്ചോന് എന്തൊക്കെയെങ്കിലും ഉണ്ടാകും കൂടി ഉണ്ടാക്കി വെച്ചിക്കണുമ്മ. എന്നാ ഞാൻ ഉന്നക്കായൽ തുടങ്ങാം. കഴിച്ചൂട് മോനെ, കഴിച്ചൂട്. ബേജാറാണ്ട് കഴിച്ചൂട് മോനെ. അപ്പങ്ങളെമ്പാടും മുറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്കായി. സമ്മതിക്കണം. തള്ള ഇതാര് അബ്ദുള്ളാക്കയ? ഇതെവിടെണ്ണ? ഞാൻ കോഴിക്കോടുണ്ടാ. വാ, ഇതെന്തിരി പരിപാടികള്? ഞാൻ ബോംബെ ഹോട്ടലിൽ ബിരിയാണി വെച്ച് കുത്തിരിക്കുക. ബോംബെ ഹോട്ടലിൽ ബിരിയാണിയാ? എവിടെ ഉണ്ട്? ഞാൻ കട വെഞ്ഞാറമൂട് ശാന്ത കടക്കട ചായ കുടിക്കണ്. എന്തൊക്കെയാ വിശേഷോ? വാ, എന്തൊരു വിശേഷമാണ്. കരക്കടത്ത് പെയ്യേണ്ട മഴ ചിങ്ങടത്ത് കോരി തരിക്കണ്. അതിവിടെ അങ്ങനെ തന്നെയാ. തന്നെ? ഓ, എനിക്ക് എന്നെ കൊണ്ടൊരു കാര്യം നടത്തിക്കാണ്ട്. ഈ ഒരു അറബീന്റെ വേഷം കെട്ടിയിട്ടേ. അറബീന്റെ വേഷം? അയ്യ, അറബി ഒന്നും നമ്മുടെ ശരീരത്തിന് ചേരിലാണ്. അനക്ക് നന്നായിട്ട് ചേരടാത്. അന്റെ ആടിന്റെ പൂട പോലത്തെ താടില്ലേ, അത് ശരിക്കൊന്ന് കറുപ്പിച്ചാ മതി. ഉസാറോ? മതിയാണോ? മതിയടോ. നടക്കുവാണോ? അല്ലാണ്ട് തടയാണ്ട പിന്നെ ഞാൻ എന്നെ വിളിക്കടാ ഹിമാറെ. എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ ഈ നാളെ തന്നെ കയറണോ? ജനശതാബ്ദി തന്നെ കയറിക്കോ. ശതാബ്ദിക്കൊന്നും ടിക്കറ്റ് ചെല്ലുള്ളണ്ണ. എന്നാ പരസ്യ മതി. എന്നാ അപ്പൊ പരസ്യത്തിന് കയറാം. നമുക്ക് പൊളിച്ചെടുക്കാം. അവിടെ ഓക്കെ അണ്ണ, ഓക്കെ, ശരി. ഈ പ്രശ്നത്തിന് നമ്മളൊരു പരിഹാരം കാണും. ഇത് അമീറിന്റെ പെങ്ങളെ പ്രശ്നം മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണവും നമ്മൾ നിന്ന് നടത്തും. അതിനുള്ള ഭയം നമ്മൾ കണ്ടു.
തൊഴിലുറപ്പിന് 100 പണി തന്ന ഇന്നെ തന്നെ ചാമ്പ്യല്ല പെണ്ണുങ്ങളെ നിങ്ങൾ. ഇവിടെയാണെങ്കിൽ ഇതാ ഇന്നേക്കാട്ടും വലിയ പുല്ല്. എന്താടാ നിങ്ങളിവിടെ പുല്ലും ചെത്തി നിന്നോളി. നാട്ടിലാ സുനാമിയും ഭൂമിയിലേക്ക് എല്ലാം പാട് ഒരുമിച്ച് വരുന്നുണ്ട്. സുനാമിയോ? സുനാമി ഉണ്ടായ ഇവിടെ എവിടെയാണോ കടല്? പിന്നെ ഭൂമി ഉൽക്കോ? അത് അരി അടിച്ചപ്പോ പാത്രം കുലുങ്ങി വീണായിക്കോടോ. നിങ്ങൾ ഉപായമാരോട് നിന്നോളി. ആണുങ്ങൾ നാട് ഭരിക്കുമ്പോ നിങ്ങൾ വിവരം അറിയും. ഇങ്ങനെ തെളിച്ചു പറയും വാപ്പുട്ടിയെ. നാട്ടിൽ അറബീനെ കൊണ്ടുവന്നിക്കണ് ആ കുഞ്ഞിക്കുട്ടി മുസ്ലിയാര് എന്ന് നോക്കി. എന്താ പുകില്? എന്തിനാ കൊണ്ടുവന്നറിയോ? ഇല്ല. ഇന്നാ കേട്ടോളി. വീടില്ലാത്തവർക്ക് വീട്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് 50 വിസ, 10 പാവപ്പെട്ട പെൺകുട്ടിയേക്ക് കല്യാണം, അതും സമൂഹ വിവാഹം. അതുപോലെ നാടളകായി. പിന്നെ അമ്പലക്കമ്മറ്റിക്കാർക്ക് ഉത്സവം നടത്താൻ വേറെ പൈസ കൊടുക്കുന്നുണ്ടോ? എന്ത് പ്രകടന പത്രിക ഇനി ഞാൻ എന്ത് ചെയ്യും ബാപ്പുട്ടിയെ? എന്ത് ചെയ്യാ? എങ്ങോട്ട് കേറുന്നത്? അത് പിന്നെ ഇതൊക്കെ കുഞ്ഞുകുട്ടി മുസ്ലിയാരെ പണിയാ. ഇപ്പൊ നാട്ടുകാര് മൊത്തം മൂപ്പര കൂടിയാ. സ്ഥാനം പോയി കഴിഞ്ഞാ പിന്നെ മെമ്പറെ കാര്യങ്ങൾക്ക് അറിഞ്ഞൂടെ? മെമ്പറെ ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അത് വേണോ? 10 പെൺകുട്ടികളെ കല്യാണം, അത് എന്റെ പ്രകടന താത്താൻ ഇറക്കാനും പറ്റുന്നില്ല. എന്താ ഇയാൾ കഴിക്കുന്ന കോഴി എന്നോട് കയറി മതി. മെമ്പറെ അടി ബന്ധാൽ ഒന്നിക്ക് കഞ്ഞാവും, അല്ലെങ്കിൽ ചോറ്. പക്ഷേ ഈ അരി അത്ര പെട്ടെന്ന് ബേബൂലെന്നാ തോന്നുന്നത്. ദാ നോക്കി. സംഗതി ഇങ്ങി പറഞ്ഞോളൂ. ഇത് വേവുല വാപ്പൂട്ടിയെ. തങ്ങളൊഴിച്ച് ബാക്കി എല്ലാരും ഉണ്ടല്ലോ. എന്തേ തങ്ങൾ ഇവിടെ അല്ലേ? തങ്ങള് ബാംഗ്ലൂര് പോയതാ. 2 ദിവസം കഴിഞ്ഞിട്ടേ മൂപ്പര് വരുള്ളൂ. എന്താ പ്രഭാര? പാലമരക്കാവിലെ ഉത്സവത്തിന് ആനയ്ക്ക് പകരം ഇപ്രാവശ്യം അറബിയ. ഒരു കതിനേന്റെ കുറവുണ്ട്. എന്തായി വരുന്നോ? മെമ്പറെ ഇതെല്ലാം പാടെ നിങ്ങളെ ആഫീസേഷം പൂട്ടിയാ കേട്ടോ. വാടാ അങ്ങോട്ട്. കാഴ്ച കാണാൻ നിൽക്കുന്നു. എനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇല്ല, ഞാൻ മൂപ്പര അങ്ങോട്ട് മാറി മുട്ടാച്ചല്ല നാട് ഞാൻ തിരിഞ്ഞിരിക്കുന്നു. മൂപ്പര കൂടെ എനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. കണ്ട കണ്ട അല്ല നീന്തല അല്ല ഓനാണ് നന്നായിട്ട് നീന്തുന്നോ. പോണ നീരാളി പോണവർ പോണുണ്ടല്ലേ? പോണില്ലേ? കുൽഫി മാഫി കുൽഫി. അങ്ങോട്ട് വാ. കുറച്ച് കൊടുത്താൽ മതി. അല്ല വെള്ളത്തിൽ അങ്ങോട്ട് കൂടി നീന്തി കളിക്കുന്ന പൈസ കുഞ്ഞാലിമോനെ ഞാൻ ചാടിക്കോളാം. വെച്ചോ. അല്ല ഞാനിപ്പോ മാറി ഒരു മാഫി കുൽഫി. ഈ അങ്ങോട്ട് പോടോ. ഓ മെമ്പർ ആളാ? ഇല്ല ഓ മെമ്പർ ആളാണ്. അതെന്ത് ഞാൻ പൊയ്ക്കോളാം. ഇനി ഒരുപാട് കാണാണ്ട് ഇവിടെ. അടക്കമരം അടക്കമരം അലർക്കമരം. അതാ ഓൻ കേറി കാണിച്ചു തരും. നോയിക്കോളി. ആ കേറുന്നുണ്ടല്ലേ? വരുന്ന നോക്കി. ആ ബൈക്കിലുള്ള പെട്ടെന്ന് പോരും ഇങ്ങോട്ട്. കണ്ട നന്നായി കയറുവായി.
കുൽഫി പൈസ കൊടുക്കാം പൈസ കൊടുക്കാം ഞാൻ അടിക്കാം ഞാൻ കൊടുത്തോളാം ശമ്പളം കിട്ടിയ പൈസയാണ് ഒക്കെ കൊടുത്ത് തീർക്കും എല്ലാവർക്കും ഒന്നും കൊടുക്കണ്ടല്ലോ മിണ്ടാണ്ടക്ക് മനുഷ്യ അടുക്കാൻ വിളിച്ച് നിൽക്കുക എല്ലാവർക്കും കൂടെ കൊടുത്ത് നാശാക്കണം എല്ലാം നിർത്തലേ മാഫി കുൽഫി പോവാ സമാധാനമല്ലോ സമാധാനം മോളെ ഇതുവരെ ഒരുങ്ങിയില്ലേ? പാപ്പക്ക് വരാൻ പറ്റൂല്ലോ മോളെ. സാരല്ല വാപ്പ, ഞാനും പൂവിയുണ്ടല്ലോ. ആ പോരന്റെ പ്ലാനും മകളെത്തും പോരെ വാപ്പ. മതി മതി അത് മതി. ആ മോളെ ഇത് അകത്തേക്ക് വെക്ക്. അല്ല പ്ലാന് വാങ്ങിയില്ലല്ലോ. എന്നാ വേഗം ഇറങ്ങിക്കോ. മോളെയും കൊണ്ട് പൂവി അങ്ങാടിയിലേക്ക് എത്തിക്കോളൂ. ബാഗ് എടുക്കണേ. കുഞ്ഞിനെ കരപ്പിക്കല്ലേ? അവിടേക്ക് ഇരുന്നോളി ഇരുന്നോളി. എന്താ മോളെ പേര്? പൂവി. പൂവോ? ശരിക്കുള്ള പേര് ഷഹാനാന്നാ, പോരേന്ന് വിളിക്കണ പേരാ പൂവിന്ന്. ആ പൂവീന്ന്. ഇത്താത്തന്റെ മോളാ. ഇവക്ക് 1 വയസ്സുള്ളപ്പോ ഇത്താത്ത മരിച്ചു പോയതാ. എന്തേലും സൂക്കേട്? അപസ്മാരം. മോളെ കുഞ്ഞിത്താത്ത എടുക്കാം. ബാബു കരയല്ലേ? ഇത്താത്ത മരിച്ചെന്ന് വന്നു പോയതാ. പിന്നെ അയാളെ കണ്ടിട്ടില്ല. ഒരുപാട് അന്വേഷിച്ചു. സാരല്ലേ മോളെ, ഇതൊക്കെ പടച്ചതമ്പരാൻ്റെ കളിയാന്ന് കൂട്ടിയാ മതി. ഞങ്ങളിപ്പോ കഴിയുന്നത് വലിയൊരു മനുഷ്യന്റെ കാരുണ്യത്തിലാ. അയാളാ ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലം തന്നതും. ഇതാരോടും പറയുന്നത് അയാൾക്കിഷ്ടല്ല. അങ്ങനെയുള്ളവരാണ് മോളെ യഥാർത്ഥ വിശ്വാസികൾ. വാരിക്കോരി തരുന്നത് അഹങ്കരിക്കാനല്ല, അനാഥരെ സംരക്ഷിക്കാനാണ്. ഈ കാണുന്ന പത്രാസൊക്കെ ഒരു മലവെള്ളം പോലെയേ ഉള്ളൂ. വറ്റാൻ അധികം നേരമൊന്നും വേണ്ട. ആ വരുന്ന വെള്ളിയാഴ്ച ഉപ്പയിനോടൊന്ന് വരാൻ പറയും. നിക്ക് 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 നിക്ക്. ആ അയേ കറിയൊന്നും വേണ്ട. ഇത് ചെറിയോക്ക്. ആ ഇത് വമ്പട്ടിക്ക്. നല്ലോണം പോലെ പഠിക്കണം കേട്ടോ മോളെ. എല്ലാ പ്രശ്നങ്ങളും പടച്ച തമ്പുരാൻ ശരി. എമ്മാരി ബലാന്റെ ബസീറ്, ഈ കണക്കിന് പോയാ നമ്മളെ കച്ചവടം പൂട്ടേണ്ടി വരും കേട്ടോ. നിങ്ങളത് മാത്രല്ലാന്ന് അല്ലാതെ പൂട്ടിങ്ങനെ പോയാലും ഇപ്പൊ അരിക്കേ 50 ഉറുപ്പ്യ അയക്കണേ. വേറെ താമസിയാതെ 100 ഉറുപ്പ്യ. എല്ലാരും പാടം മണ്ണിട്ട് നേർത്തിക്കോട്ടെ. നോക്കിയാ ഈ കണ്ടേനൊക്കെ കൂടി 2500 ഉറുപ്പ്യ കണ്ടാ തോന്നുവോ? ഈ 2 എണ്ണത്തിന് 500 ഉറുപ്പ്യാന്ന്. അറബി തന്ന കായ ഏതായാലും തീർന്നിട്ടിരിക്കും. എന്നാലും അയാളെ പൈസ കൊണ്ട് നമ്മക്കൊരു കാര്യമല്ലോ. അതൊരു ശരിയാ.
അല്ല ഈ പോത്തിന് എവിടെ നിട്ടി? ഇത് മക്കിയാടുന്ന് കേറിയതാ. ബാബുട്ടിയെ 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 ഓന്റെ ഒരു ഉറക്കം. മക്കാട്ട് എന്താണ് രാത്രി മീൻ പിടുത്തണ്ടോ? ഒന്നും മാറിക്കട. സെബീന ഉച്ചക്കലൊക്കെ വാങ്ങട്ടോ. കോയിനെ കൊണ്ടുവന്നുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതൊക്കെ എങ്ങോട്ടുള്ള തന്നെയാ? ആവട്ടെ. കോഴി, ആട്, പോത്ത്. ഒന്ന് പോയോടാ. അല്ലോ എന്തത്? ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം ഇവിടെ തമിഴ്നാട് ബസ്സാ? അല്ലതാരും അല്ല പ്രാവശ്യം എടിയാണ് ചേർത്ത് ഏർവാടി തുടങ്ങി അജ്മീർ വരെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇങ്ങോട്ട് കേറിരുന്നോളി. എന്താണോ അപ്പൊ എല്ലാരും ആയില്ലേ? ആ വണ്ടി പോട്ടെ. പോയിട്ട് ഇപ്പൊ 10 ദിവസമായോ? അല്ല 12 ദിവസമായി. അതോ ഒരു ദിവസം കൊണ്ട് പറഞ്ഞാ തീരൂല ഉസ്താദേ. നമ്മളെ കുഞ്ഞുകുട്ടി മനസ്സിലായില്ലേ? മൂപ്പരൊരു അറബീനെയും കൊണ്ടുവന്ന് നാടിനെ ഞെട്ടിച്ചാഞ്ഞ്. ഉറുപ്പ 20,000 നമുക്ക് എല്ലാവർക്കും കൂടി തന്നത്. 20,000 അല്ല ഉസ്താദേ, ഈ താജ്മഹൽ പറഞ്ഞ സാധനം 20,000 തൊഴിലാളികള് 20 വർഷം കൊണ്ടൊക്കെ ഉണ്ടാക്കിയാന്ന് പറയുന്നുണ്ട്. അതിലൊക്കെ എന്താ ശരി ഉസ്താദേ? പാവപ്പെട്ട 10 പെൺകുട്ടിയൊക്കെ നിക്കാഹ്, 50 വിസ, എല്ലാ വെള്ളിയാഴ്ച ഉച്ചക്ക് ബിരിയാണി. അല്ല ഉസ്താദേ, നിങ്ങൾക്ക് അജ്മീറിൽ ഏതോട്ടിലെ ഭക്ഷണം നിറഞ്ഞ്? ബാപ്പുട്ടി ഞാൻ ആരൊക്കെ പറയുന്ന കേക്കണ്ടേ? ബാപ്പുട്ടിക്ക് അറബി ഒന്നും കൊടുത്തില്ലേ? എങ്ങനെ കൊടുക്കൂ? നമ്മളെ മെമ്പറെ കൂടെ മൊയിലാരെ വടിയൊക്കെ ഇടുന്ന ആളല്ലേ? ഞമ്മള് കൊടുക്കണ്ട കിട്ടിയ തന്നെ. എന്നാലേ ഞാനൊന്ന് പറയട്ടെ, കുഞ്ഞിക്കുട്ടി മൊയിലാരെ നമ്മുടെ നാടിന് ആവശ്യ എന്തേ? ഞമ്മളത് പറയാൻ വേണ്ടി നിന്നതാ. ഒരു പണി ചെയ്തോളി, പൊരിയും പറമ്പൊക്കെ മൂപ്പരെ പേരിലാണ്ട് എഴുതി കൊടുത്തിട്ട് മൂപ്പര് ഈ നാടിന്റെ പ്രസിഡന്റ് അങ്ങോട്ട് ആയിക്കോളി. എന്റെ മെമ്പറെ കാട്ടി ഉസാറാണ്. ഞാനൊരു കാര്യം പറയാം, മൂപ്പര് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിച്ചാലോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ വേണ്ട, ഈ എന്റെ പെണ്ണുങ്ങളെ തന്നെ കെട്ടിച്ചെടുത്തേക്ക്. വണ്ടിയിൽ വന്നോണ്ടിരിക്കുക, ആളം കഴിഞ്ഞ് വളവില്ലോ. ആ ശരി ശരി, ആ ഞാൻ എത്തിക്കോളാം. എന്റെ നെറ്റല്ലോ ഈ തിടുക്കപ്പെട്ട് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞേ? ഒരു കാര്യം ഇതാ നോക്ക്, ഞാൻ മദ്രസന്ന് വരിക, പത്തനാട് എത്തും വേണോ? കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല കോയ, ഒരു കോണുള്ള കാര്യണ്ട്. അതിന്റേത് ഈ എന്താ പറഞ്ഞേ? അന്റെ അടുത്ത മൊഞ്ചത്ത് ഈ നാട്ടിലുണ്ടെന്നല്ലേ? എന്നാ ഈ അതിനെ കെട്ടാൻ പോവുക. എന്നോട് ആരെയും പറഞ്ഞു? തങ്ങൾ സമ്മതിച്ചോ? ഈ കല്യാണം ഉണ്ടാക്കിയ നാട്ടുകാരാ. ഞാൻ ഈ കാര്യം പറയാൻ തങ്ങളെ വീട്ടിൽ പോയിന്. അന്നെ പറ്റി വിശദമായിട്ട് ചോദിച്ചു. ഞമ്മള് പറഞ്ഞ് കുഞ്ഞിക്കുട്ടി മുസ്ലിയാർ ഈ നാടിന് വേണം. അങ്ങനെയാണ് ഈ കല്യാണത്തിലെത്തിയത്. പിന്നെ അന്റെ അറബിന്റെ വരവുണ്ടല്ലോ, അത് ശരിക്കും അങ്ങോട്ട് ഏറ്റു. അതാണ് മോനെ അന്റെ ബെമ്പർ. പിന്നെ ഇന്നെന്നെ തങ്ങളിന്ന് പോയി കാണണം. നെത്തോലിയെ, അബ്ദുള്ള കുട്ടി ഇന്ന് മുതലേ ഈ പെണ്ണ് കെട്ടുകളി അങ്ങോട്ട് നിർത്താൻ പോവുക. എന്നിട്ട് ഞമ്മക്കും പോണടോ ഒന്ന് ദുബായിക്ക്. എന്തേ ഇനി നിക്കാതെ വരെ അന്റെ റോളാ. നീ ഞമ്മക്ക് അവിടുന്ന് കാണാം. അത് ഞാൻ ഏറ്റ്. ഈ നിക്കാഹ് അബ്ദുള്ള കുട്ടി ഒന്ന് കൊയ്പ്പിക്കും. ഈ കണ്ടോ, തൃശ്ശൂർ പൂരം പോലെ ഈ വെള്ളാനംകുന്ന് ഗ്രാമം ഒന്ന് പൊട്ടും. എന്നാലേ നിക്കാഹ അപ്പൊ അവിടുന്ന് കാണണം. അസ്സലാമലൈക്കും. വാലേക്കും സലാം. ബാപ്പുട്ടിയെ, കടുപ്പത്തിലൊരു ചായ. ചായ ഒന്നും വേണ്ട, ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കില്ല. ആഹാ, നന്നായി. ബാപ്പുട്ടിയെ വേണ്ട വേണ്ട. കുഞ്ഞിക്കുട്ടി മുസ്ലിയാരുടെയും എൻ്റെയും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണ് ഇപ്പം അങ്ങോട്ട് വിളിപ്പിച്ചത്. കുഞ്ഞിക്കുട്ടി മുസ്ലിയാരുടെ നിക്കാഹ്. അതിനെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാരെന്നോട് ചർച്ച ചെയ്തിരുന്നു. ഈ നാട്ടുകാരെന്നോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും അതിലുപരി കുഞ്ഞിക്കുട്ടി മുസ്ലിയാർ ഈ നാടിന് വേണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടും
ഞാനും അത് തന്നെ തീരുമാനിച്ചു. എൻ്റെ ഏകമകൾ മുത്തീബിയെ നിങ്ങൾക്ക് നിക്കാഹ് കഴിച്ചു തരണമെന്നാ ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം. എന്തു പറയുന്നു? ഒക്കെ തങ്ങളെയും ഇവിടുത്തെ നാട്ടുകാരെയും മുത്തീബിന്റെ നല്ല മനസ്സ് പിന്നെന്റെ ഭാഗ്യവും. അല്ലാണ്ടപ്പോ ഞാനെന്താ പറയാ? എവിടുന്നോ വന്ന് എനിക്ക് ഈ ഗ്രാമത്തിന്റെ നന്മ പിടിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ അത് സർവശക്തനായ റബ്ബിന്റെ കൽപ്പന കൊണ്ട് മാത്ര. എല്ലാം കേൾക്കാനും അറിയാനും അയാൾക്കേ കഴിയൂ. ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. കൂലിയിരുന്ന അയാളല്ലേ. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് കൂലി കിട്ടിയിരിക്കും. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഈ വരുന്ന റജബ് 24 ഞായറാഴ്ച വീട്ടുകാരുമായി നമുക്കൊന്ന് കൂടിയിരിക്കാം. ദേ നിക്കാഹിനൊരു തീയതി കാണണല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണ്, ആ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണ്, കൊഞ്ചി വന്ന പെണ്ണ് കൊഞ്ചി. ശതമെടുത്തിയേ അങ്ങനെ സ്റ്റേജിലാ നാടകത്തിലാ. ഞാനാണ് അബ്ദുള്ള കുട്ടി. ഏത് അബ്ദുള്ള കുട്ടിന്നോ? നിങ്ങൾക്ക് എത്ര അബ്ദുള്ള കുട്ടീനെ അറിയാ? അടക്കി 7 മാസം മുമ്പ് കുറ്റിയാടുന്ന ഒരു കല്യാണം കൂടി ഓർമ്മ ഉണ്ടോ? ആ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഭാരി പൊത്തിനല്ലോ. ആ അത് തന്നെ, ആ അബ്ദുള്ള കുട്ടി തന്നെ. പിന്നെ നമുക്ക് വേറെ ഒന്ന് തടഞ്ഞിക്കണ്. കല്യാണം തന്നെയെന്ന് വേറെന്തൊക്കെ പണി? ഇതൊരു പുതിയ ഇടപാടാ. അതില് മഞ്ചേരിയിൽ മൂത്താപ്പയായിട്ട് വേഷിട്ട ഒരാളില്ലേ, മൂപ്പര് നമ്പർ കിട്ടണം നമുക്ക്. ആ മൂപ്പര് വേണോ? ആ ഗെറ്റപ്പ് വേണം നമുക്ക്. ഒരു സംശയം തോന്നരുത് കേട്ടോ. ഇക്കളി മതി നമുക്ക് കാലാകാലത്തേക്ക്. എന്നാ ശരി, നമുക്ക് നേരിട്ട് കാണാം. ആയിക്കോട്ടെ. ഇനി പ്രതാപമായിട്ടൊന്ന് വിളിച്ചു നോക്കാം. സ്വർണ്ണമീനിന്റെ സ്വർണ്ണമീനിന്റെ ചേലൊത്ത കണ്ണാണ് എന്നിൽ രോമാൻ. പ്രതാപേട്ടാ, ആരാന്ന് മനസ്സിലായോ? മഞ്ചേരി പുജാപ്പിളാന്ന്. പിന്നെ നിങ്ങളെ അംശത്തിൽ അടിച്ച ഡയലോഗില്ലേ, ഞാൻ തന്നെ കുരുങ്ങി പോയിന്ന്. ഏത് വയനാട്ടിൽ നിന്ന് എത്തിങ്കാനെന്ന് എന്നെ ദത്തെടുത്തെന്നൊക്കെ പറഞ്ഞു. എന്നാലേ അതിലും വലിയൊരു സാധനം വന്ന് ചാടിക്കണം ഞമ്മക്ക്. ബമ്പർ ഇക്കൊല്ലത്തെ ഓണം ബമ്പറിനെക്കാട്ട് വലിയ ബമ്പറാ. ഇത് നടന്നാൽ ഞമ്മളൊക്കെ പച്ച പിടിക്കൂട്ടാ. പിന്നെ ഞമ്മക്കിലേക്ക് 2-3 നല്ല ആർട്ടിസ്റ്റുകൾ നിങ്ങൾ തന്നെ സംഘടിപ്പിക്കണം. എൻ്റെ അമ്മോനായിട്ടൊരാൾ വേണോ, പിന്നെ എൻ്റെ ഇക്കാക്കിയായിട്ടൊരാൾ കിടന്നോട്ടെ. പിന്നെ ഈ കളി പുലിമടയിലാണ്, പേച്ചാൽ അറിയാലോ. ശരി എന്നാല് വെക്കട്ടെ. അപ്പൊ അതൊക്കെ. അപ്പൊ ഇനി കല്യാണം നിശ്ചയം. അല്ല ഇവിടെ കോണുണ്ട് കോയ. പൊന്നത് എന്ത് പവറാണ്. പിന്നെ ജിന്റെ കൂടെ തന്നെ നിക്കണം. അത് ഞാൻ ഏറ്റ്. അസ്സലാമു അലൈക്കും.
ഞാൻ ഇവിടെ ഇരിക്കാം. ഓ സന്തോഷം. കുടിക്കും. നീ കുടിച്ചോ? ഞാൻ കുടിച്ചോളാം. ഇങ്ങോട്ട് വേടാ ഉണ്ടാ. എന്നാ പിന്നെ തുടങ്ങാല്ലേ? അബ്ദുള്ള കുട്ടി, ഞാൻ പിന്നെ തന്നെ കുഞ്ഞിക്കുട്ടി മുതലിയാരായി വന്ന പുത്തമ്പുരയ്ക്കൽ അബ്ദുള്ള കുട്ടി അല്ലേ? നേരല്ലേ? ഈ കാണുന്ന ജനക്കൂട്ടം നീ കണ്ടോ? ഇവർ നീ അറിയാതെ നിനക്ക് ചുറ്റും വട്ടം തീർത്തത് നീ അറിഞ്ഞില്ല. ഒരാഴ്ചയായി ഊണും മുറക്കവും ഒഴിഞ്ഞ് ഈ പാവങ്ങൾ നിന്റെ പിന്നാലെ കൂടിയിട്ട് ഇവനടക്കം ഇവരെയൊക്കെ നീ അറിയോ? നിനക്ക് 4 ആളെ മുന്നിൽ വെച്ച് മാന്യമായി നിക്കാഹ് കഴിച്ചു തന്ന ആ പാവം മനുഷ്യനെ നീ അറിയോ? ഒരുപാട് മോഹങ്ങളുമായി നിന്റെ മുറിയിലേക്ക് കയറി വന്ന ഈ പാവം പെൺകുട്ടികളെ നീ അറിയോ? നിന്റെ ചോരയിൽ പിറന്ന ഇന്നും യതീമായി കഴിയുന്ന നിന്റെ മോളെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? മോനെ, നീ എത്ര മാറിയാലും എന്റെ നാവിൽ അങ്ങനെ വരൂ. പള്ളി കേയും കബറടച്ചും ഞാൻ എൻ്റെ മക്കളെ പട്ടിണിക്കിടാണ്ട് പോറ്റുന്നു. ഒടുക്കൊരു കൂരയ്ക്ക് വേണ്ടി ഈ വലിയ മനുഷ്യന്റെ മുറ്റത്ത് വന്നപ്പോ അങ്ങനെ നിന്നെ കാണാനായി. എന്നും ഉറങ്ങാതെ നിന്നെ കാത്തിരിക്കുന്ന എന്റെ മോളോട് എന്താ പറയാ? അലവി ആരെയും ശപിക്കൂല. കാരണം അലവി ഇപ്പോഴും ആറാന്റെ അവതാരത്തിലാ കഴിയുന്നത്. ഹലോ സാർ, ഇത് ഞാനാ, മെമ്പർ മൂസ. കുബേരൻ SI സാറല്ലേ? ഓക്കെ സാർ. പത്ത് മാസം ചുമന്ന് പെറ്റ് പോറ്റതിന് ഇതെന്ന കൂലിയാടാത്. ബാപ്പില്ലാത്ത അന്നിമ്പളി പോറ്റാൻ പാത്തുമ്മ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട്. നാട്ടുകാരും പാത്തുമ്മൊക്കെ ഇരട്ടപ്പേര് വിളിക്കാറുണ്ട്, അമളി പാത്തൂന്ന്. അച്ചെങ്കി ഇപ്പോഴാണ് ആ പാത്തുമ്മ കമളി പറ്റിയത്. സ്വന്തം ബംഗളെ കെട്ടിക്കാണ്ട് നാട് മുഴുവനും പെണ്ണ് കെട്ടി നടക്കണ അനക്ക് പടച്ചോന്ന കൂലിയാണിത്. ഒരു കാര്യം ഓർത്തോ, പെറ്റ തള്ളെ പറ്റിച്ച് നടക്കണ ഒരു കാലത്തും കുളം പിടിക്കൂലടാ. ആരടാ ഉമ്മ? തങ്ങളെ ഇത് പുത്തമ്പൊരിക്കൽ മർഹൂം അഹമ്മദിന്റെ സ്ഥലത്തിന്റെ ആധാരാണ്. ഇത് തങ്ങള് വിറ്റ് ബനുണ്ടാക്കിയ കടം വീട്ടണം. ഓന്റെ മാനം കാക്കാനല്ല, മയ്യത്തായ കബറി കിടക്കണം പാത്തുമാക്ക്. അബ്ദുള്ളേ, ഈ കാര്യതും എനിക്ക് ഒരുപോലെ. ഞാനും പാത്തുമ്മയും ഒരേ പാത്രത്തിൽ തിന്നു കഴിഞ്ഞവരാ. നെഞ്ഞു കത്തിയിട്ട പാത്തുമ്മ പറഞ്ഞത്. ഓളങ്ങനെ തന്നെ എന്നെ പോറ്റിയതും. ഓളെ കുരുത്തക്കേട് വാങ്ങരുത് മോനെ. അനക്ക് ജീവിതം ഒരുപാടുണ്ട്, അതോർത്താ നന്ന്. കൊള്ളാം മോനെ, അനക്കും കിടക്കട്ടെ മൂത്താപ്പന്റെ കുളം. എനിക്കൊന്നും പറയല്ല സിന. ഒരുപാട് പാപേറ്റു വാങ്ങി ഈ പാപിനെ ഈ കൂടി ശപിക്കല്ല സിന. ഞാൻ ഒരുപാട് കെട്ടിക്കണ്, പക്ഷെ ആരും ഞാൻ പിഴപ്പിച്ചിട്ടില്ല. അന്നും ഇന്നും എന്നും ഇയാണ് എൻ്റെ ഭാര്യ. എനിക്ക് മാപ്പ് വരണ സിന, എനിക്ക് മാപ്പ് വരണ സിന, എനിക്ക് മാപ്പ് വരണ സിന. തങ്ങളെ രക്ഷിക്കണം, തങ്ങളെ
ഇപ്പൊ കരഞ്ഞു കാണിക്കുന്ന ഈ കള്ളക്കണ്ണീരുണ്ടല്ലോ, ഈ പാവപ്പെട്ട പെൺകുട്ടിയോട് ഇത്രയും നാളും കരഞ്ഞ കണ്ണീരോളം വരില്ല അബ്ദു. രക്ഷപ്പെടുന്നിടത്തല്ല, ശിക്ഷ അനുഭവിക്കുന്നിടത്തെ പാപം തീരുള്ളൂ. ഒന്ന് കാണട്ടെ നിങ്ങൾ പുറങ്ങളിൽ നിന്ന് പിടിച്ച ഈ കൊമ്മ സ്രാവിനെ. അറിയോന്നെ, പണ്ട് പൊന്നാനി കടപ്പുറത്ത് മാനം നോക്കി നടക്കുന്ന കാലത്ത് ഒരു പാക്ക് കപ്പലണ്ടി തുടങ്ങിയ ബന്ധാ നമ്മൾ തമ്മിൽ. അതങ്ങ് വളർന്ന് കൊണ്ടും കൊടുത്തും ഇടപാട് നടത്തിയും നമ്മൾ തമ്മിൽ പിരിയാത്ത ബന്ധായി. ഒടുക്കോ ഇന്റെ ഈ കൂടപ്പറപ്പിനെ മോഹിച്ച് കല്യാണം കഴിച്ചു വന്നപ്പോ ഹംസത്തിൽ ഒരൊറ്റ വാക്ക് എന്നോട് പറഞ്ഞിട്ടുള്ളൂ, ഓളജ്ജി കരയിപ്പിക്കരുതെന്ന്, അന്റെ ജീവന തുല്യം സ്നേഹിക്കണമെന്ന്. ഇനി എന്റെ പുത്തൻ ധരിക്കണമായ ഇല്ലിപ്പറമ്പത്ത് കണ്ട ആറാം പറഞ്ഞ ഒരുപാട് കുട്ടികളുടെ ഹംസത്തിലേക്ക്. മോനെ, ഇനി കാര്യം തങ്ങൾ നോക്കും. വണ്ടി തിരിച്ചിട്ടോ, 416 ക്യാമറ റെഡിയാക്കി ഒരു കളി കാണിച്ചരാ. നമസ്കാരം തങ്ങളെ, എവിടെ കല്യാണ വീരൻ? ഇതാ നിൽക്കുന്നു. നമസ്കാരം. നീ എന്താടാ കരുതിയത് ഈ കുബേരനസൈ വെറും ഒരു കുംഭകർണനാണെന്നോ? ആകെ 3 ഇഞ്ച് നീളം വെച്ച് നീ എങ്ങനെയാണ് ഇത്ര എണ്ണത്തിനെ കല്യാണം കഴിച്ചത്? ഇവിടെ ആളുകൾ പെണ്ണ് കെട്ടാൻ പെടാപ്പാട് പെടുക. അപ്പോഴാ ഇപ്പൊ 4ാമത്തേനെയും കൂടി. ഇങ്ങോട്ട് മാറിക്കടാ, ഇങ്ങോട്ട് മാറി നിൽക്കടാ. PC തന്നിട്ട് പയച്ചേ, ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്ക. ഒന്ന് ചിരിക്കടാ, വണ്ടി എടുക്കടാ. ദിവസം കട്ടാൽ ഉമ്മാരപ്പടിയും വിളിച്ചു പറയൂന്ന് പറഞ്ഞത് നേരായി. ഇവിടെ കല്യാണ വീരനെ പിടിക്കാൻ തങ്ങളും നാട്ടുകാരും ഒക്കെ ഉണ്ടായി. നമ്മളെ നാട്ടിലെ വീരന്മാരെ പിടിക്കാൻ ആരാ ഉണ്ടാവുക പടച്ചോനെ? Action!